തലയാട്ടുന്നതല്ലേ ഇതിനകത്ത് കാണാൻ പറ്റില്ല. എനിക്കിത് എത്ര നല്ല സ്മെല്ലായിട്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടുള്ളൂ. തോന്നുന്നില്ല. സുരേഷ് ഗോപിക്ക് പഠിക്കുന്ന അയ്യോ ഇതെന്താ കോലോ. ഞാൻ മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടാവോ? ഇത് നമ്മൾ യൂസ് ചെയ്ത ഇതല്ലേ സിട്രസാ സിട്രിക്ക അങ്ങനത്തെ എന്തല്ലേ അല്ലാണ്ട് മറ്റേ ഓറഞ്ച് അല്ലല്ലോ. ഞെക്കിപ്പിടി എടുക്കുന്നുണ്ടേ. അല്ല ചിന്ന ഇതെന്താ പരിപാടി? ജാറ്, ഓറഞ്ച്, ഇഞ്ചി, ഇതെന്താ ഇത്? എന്താ പറയാ? ക്ലോവാ? അതന്നെ നമ്മള് ഒരു വെറൈറ്റി ആയിട്ട് ഓറഞ്ച് വൈൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടാണ്. എന്താ ഒരു ട്രൈ ചെയ്തൊക്കെ നമുക്ക് നന്നാവോ ഇല്ലയോ എന്നൊന്നും ഒരു ഉറപ്പില്ല. വെറുതെ ഇരിക്കുന്നല്ലേ ഓറഞ്ച് വൈന് ഞാന് വേറെ ഫോറിനേഴ്സ് എല്ലാം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആരും ഇതുവരെ ട്രൈ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോ എത്ര വൈനുള്ള ഓറഞ്ച് ഉണ്ട്? ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ എനിക്കില്ല. കുറച്ച് ഓറഞ്ച് കണ്ട് അത് ഞാൻ അങ്ങ് വൈനാക്കിയേക്കാന്ന് വിചാരിച്ച്. ഓക്കെ, എന്നാ പിന്നെ നമ്മള് സമയം കളയണ്ട, വേഗം തുടങ്ങാം. ഇനി എന്താ ചെയ്യുന്നത്? ഇത് നമ്മൾ ഓറഞ്ച് എടുക്കുക, നല്ല തരത്തിൽ സ്ക്വീസ് ചെയ്യുക. നമുക്ക് എന്ത് യൂസ് ചെയ്തിട്ടും സ്ക്വീസ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ കൈയാണ് യൂസ് ചെയ്തത്. അങ്ങനെ ഞെക്കി പിഴിയട്ടെ, ഇതും കൂടി എടുത്തിട്ടു. അങ്ങനെ അങ്ങോട്ട് ഞെക്കി അങ്ങോട്ട് പിഴി. ചില്ലറ പണിയൊന്നുമില്ല, സകല ശക്തി എടുത്തിട്ട് ഞെക്കി പിഴിയണം. ഇതെല്ലാം ശരിക്കും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യണ്ടേ? ഇതിന് നമ്മള് ഏതെല്ലോ ടൂൾസ് എല്ലാം യൂസ് ചെയ്യും, കുത്തിയിട്ടെല്ലോ ഒക്കെ. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈ തന്നെ യൂസ് ചെയ്യണം. ഇത് തൊടുന്നതിന് മുന്നേ കയ്യിൽ നല്ല തരത്തിൽ വാഷ് ചെയ്യാം, കാരണം നമ്മൾ അകത്തോട്ട് പോകേണ്ട സാധനമാണേ. കൈ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഫ്ലേവർ നല്ലതായിരിക്കും എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ? അതിനെ പറ്റി എനിക്ക് യാതൊരു അറിവും ഇല്ല. പ്രത്യേകിച്ച് ചിന്നുവിന്റെ കൈയാകുമ്പോ ഒരു ഫ്ലേവർ കൂടും. നമുക്ക് നോക്കാം. നമുക്ക് ഇതിന്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് ഇപ്പൊ നമ്മൾ 5 ഓറഞ്ച് അല്ലേ യൂസ് ചെയ്തേ? 5 ഓറഞ്ച്, മാഷ്ഡ് ഓറഞ്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കാം, പിന്നെ അതേപോലെ ക്ലോവ് എടുക്കാം. ഏകദേശം ഒരു ഇത്ര അല്ലേ? പിന്നെ ക്ലോവ് നമ്മളെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് തന്നെ 1-2 ക്ലോവ് മതിയാവും. പിന്നെ പട്ട എടുക്കുക, ചെറിയൊരു പീസ്, പക്ഷെ നമ്മളത് എടുക്കുന്നില്ല, ഇവിടെ ഓപ്ഷണലാണ്. പിന്നെ ഈസ്റ്റ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ലെമൺ ജ്യൂസ്, ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുക, അതെല്ലാം ഓപ്ഷണലാണ്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി എടുത്തിട്ട് ഇതിപ്പോ ഫുള്ള് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല എത്രത്തോളം ജ്യൂസ് കിട്ടിയെന്ന്. 5 ഓറഞ്ചിന്റെ ഇത്ര കിട്ടിയിട്ടുണ്ട് നമ്മള്. നമുക്ക് ജിഞ്ചർ ഇടാം. ജിഞ്ചർ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഇട്ടാ മതി. അടുത്തത് ക്ലോവ് ആണ്. ക്ലോവ് ഇട്ടു. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അകത്തേക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇത് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഞെക്കി പിഴിയണം അല്ലേ? പിഴിഞ്ഞാലും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്നും കൂടി മിക്സ് ചെയ്യാം എല്ലായിടേക്കും എത്തി. അപ്പൊ അതിന്റെ ഫെർമെന്റേഷൻ ഒന്ന് ഫാസ്റ്റ് ആക്കും. അല്ല കേട്ടോ, ഇതിപ്പോ ഏകദേശം നമ്മൾ ഇത്ര വരെ ഒപ്പിച്ച്. ഇനി എന്തെങ്കിലും തോന്നുന്നുണ്ടോ മിസ്സായി പോയി? ഇനി വെള്ളം ചേർക്കണം, ഈസ്റ്റ് ഇടണം, അടച്ചു വെക്കണം, അത്രേ ഉള്ളൂ. പിന്നെ വേറെന്താ? ഒന്നും തോന്നുന്നില്ല. ഒന്നും തോന്നുന്നില്ല. വൈൻ ഉണ്ടാക്കുമ്പോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, അതില്ലാണ്ട് കാര്യം നടക്കൂല. ഇമ്പോർട്ടന്റ് സാധനം എന്താ? ഈസ്റ്റ് ഉണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്. ഈസ്റ്റ് ഓറഞ്ച് എല്ലാം ഉണ്ട്, പക്ഷേ ഷുഗർ ഇല്ല. ഷുഗർ ഇല്ലാണ്ട് ഷുഗർ ആഡ് ചെയ്യണ്ടേ ഇതിന്റെ അകത്ത്? ഷുഗർ ആഡ് ചെയ്യണം. അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ടായില്ല, എനിക്ക് ഈ പരിപാടി ആദ്യമായിട്ടാണല്ലോ. എന്നാ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം, നമ്മളിവിടെ ഷുഗർ എടുക്കുന്നില്ല, ഹണി വെച്ചിട്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാം. ഹെൽത്തി വൈൻ. ഷുഗർ ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാം. പിന്നെ അധികം എന്താ പറയാ, നല്ല മധുരവും ഉണ്ടാവില്ല. ഹണി വെച്ചിട്ടുള്ള വൈനല്ലേ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല. എന്നാ പിന്നെ ഹണി അങ്ങ് എടുത്തിട്ട് വെച്ചോ.
ഈ ഹണീന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാ? ക്വാണ്ടിറ്റി ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 അത്രയും ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഓറഞ്ചിന്റെ ഒരു ക്വാണ്ടിറ്റി പോലെ ആയിരിക്കും. ഇതിപ്പോ എത്ര ഹണി ഉണ്ടാവും? ഇപ്പൊ 5 ഓറഞ്ചിന് പിന്നെ ഏകദേശം ഒരു 100 ഗ്രാം ഹണി ഉണ്ടാവും അല്ലെ? 100 or 150 ഗ്രാം ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. നമ്മൾ ഈ സ്പൂണ് യൂസ് ചെയ്യുന്നതിന് വളരെ കെയർ ആയിട്ട് യൂസ് ചെയ്യണ്ടേ അല്ലേ? പിന്നെ എന്താ പറയാ, മഞ്ഞ സ്പൂണൊന്നും എടുത്ത് ഇടരുത്, പെട്ടെന്ന് ചീത്തയായിപ്പോ. ഇനിയിപ്പോ വെള്ളം എപ്പോഴാണ് ഒഴിക്കേണ്ടത്? ഇതിന്റെ അകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷമാണോ ഈസ്റ്റ് ഇടേണ്ടത് അല്ലെങ്കിൽ? നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈസ്റ്റ് ഇടാന്നേ. എനിക്ക് ഇതിനെ പറ്റി കാര്യമായിട്ട് ഒരു ഐഡിയ ഇല്ല, വെറുതെ ഇരിക്കല്ലേ, പരീക്ഷണം. ശരി, ഹണീന്റെ വൈന് ചിലപ്പോ ലോകത്ത് നമ്മളായിരിക്കും ആദ്യം പരീക്ഷിച്ചല്ലേ? ചിലപ്പോ നമുക്ക് നോക്കാം, പരീക്ഷണം ഇതെന്താവും ഏതാവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ആരും നമ്മൾ ഒന്നും പറയില്ല. നിങ്ങൾ ജസ്റ്റ് പരീക്ഷിക്കും ഒരു 5-6 ഓറഞ്ച് എടുത്തിട്ട്. വെള്ളം ഒഴിക്കാൻ പോവല്ലേ? അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാ? ക്വാണ്ടിറ്റി എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തതാണ്. ഇതെന്താവും ഏതാവും എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യാം. അത്ര മതിയാ? അത്ര മതിയാവൂ. കുറച്ചും കൂടി വേണമെങ്കിൽ ഒഴിക്കാം ഒരു പേരിന്. ഓക്കെ, ഇത് മതി. ഇനി ഫൈനൽ ഇൻഗ്രീഡിയന്റ് നമ്മൾ ഇടാൻ പോവാണ്, ഈസ്റ്റ്. എത്ര ഇടുന്നുണ്ട് ഈസ്റ്റ്? ഈ ഒരു ചെറിയ ബോട്ടിൽ ഫുള്ള് നമുക്ക് ഇട്ടേക്കാം. ഓക്കെ. ഇനി ഇത് നമ്മൾ എത്ര ദിവസം ഫെർമെന്റേഷന് വെക്കണം? നമുക്കിനി ഇതൊരു 4 ദിവസത്തോളം ഫെർമെന്റ് ചെയ്യാൻ വെച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ആ സമയത്തുള്ള എന്താണ് അവസ്ഥ പിന്നെ അതുപോലെ ചെയ്യാം നമുക്ക്. ആയിക്കോട്ടെ. അപ്പൊ ഇനി 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യണം. അടച്ചു വെച്ചോ. ഓക്കെ. അപ്പൊ നമ്മളിത് അടച്ച് വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്ത് വെക്കും. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യും. ബാക്കി വീഡിയോ അന്നേരം എടുക്കാം. ചിന്നു, നമുക്കിപ്പം ഏകദേശം തുറന്നു നോക്കേണ്ട സമയമായിട്ടുണ്ട്. നൈസായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? പുറത്തുനിന്ന് കാണുമ്പോൾ ഏകദേശം അത് ഒരു പാകമായ ഒരു ഫീല് വരുന്നുണ്ട്. എല്ലാം ലിക്വിഡ്സ് എല്ലാം താഴെയും എൻ്റെ എന്താ പറയാ ബാക്കിയെല്ലാം മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്നിട്ട് ഈ പാത്രത്തിലോട്ട് മാറ്റാം ആദ്യം. എന്നിട്ട് എന്തിൻ്റെ അവസ്ഥ നോക്കാം. ഇന്ന് തുറന്നു. പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. നമുക്കത് ഞെക്കി പിഴിഞ്ഞ് അതിന്റെ ഫുൾ ജ്യൂസ് ചാറ് എടുക്കണം. അതിന്റെ കുരുവിൽ ഇത്ര വണ്ണം വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞുള്ള കുരു വരെ ജ്യൂസ് ആവുന്നതുകൊണ്ട് നമുക്കിത് ഒരു ദിവസം കൂടി നല്ല സ്മെൽ. അതുപോലെ നമ്മൾ ഇത് മാത്രമല്ല, എന്ത് നമ്മൾ വൈനാക്കാൻ വെച്ചാലും നല്ല സ്മെല്ലായിരിക്കും. കാരണം നമ്മളിത് ഫെർമെന്റേഷൻ നടക്കുന്നുണ്ടല്ലോ. ഇത് പരീക്ഷണമാണ്. പരീക്ഷണ എപ്പിസോഡ് മാത്രമാണ്. കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും നമ്മൾ ഉത്തരവാദികളല്ല. ഇത് ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും നമ്മൾ പറയും. അത് പറയും. ചിന്നു ഇത് നല്ല ഭംഗിയിൽ അരിച്ച് നീറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. എടുത്തരട്ടെ? ഞാൻ എടുത്തോ. ആദ്യം ചിന്നു തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. അല്ല, ഞാൻ എടുത്തു. ഏട്ടൻ ട്രൈ ചെയ്ത് നോക്ക്. കണ്ണൊന്നും അടിച്ചു പോകില്ലല്ലോ അല്ലേ? ഇല്ല, പരീക്ഷണമാണേ. മിനിറ്റ്. കുടിച്ചു നോക്ക്, എന്നിട്ട് പറ. എന്നിട്ട് ഞാൻ പറയാം. ചവർപ്പ് ഉണ്ട്, നല്ല കയ്പുണ്ട്. കയ്പല്ല, ചവർപ്പ്. പിന്നെ തേന് ഹണി കുറച്ച് കുറഞ്ഞു പോയി. കുറച്ചൊന്നല്ല, നല്ല തരത്തില് ഒരു 1/2 കിലോ ഹണിയെങ്കിലും വേണല്ലേ. 1 കിലോ ഹണി അല്ലേ? 1 കിലോ എന്തായാലും വേണം. ഷുഗർ ഫ്രീ വൈന് സംഭവം ഓക്കെയാ, ടേസ്റ്റ് എല്ലാം ഓക്കെയാ. പക്ഷെ മധുരത്തിന്റെ കുറവ് ശരിക്കും ഫീൽ ആവുന്നുണ്ട്. മധുരം പിടിക്കാത്ത ഒരാൾക്ക് ഇത് പറ്റൂല. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാല് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരം ഉണ്ടെങ്കിലും ഓക്കെയാ.
മധുരം ഉണ്ട് എന്നല്ല, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം ശരിക്കും പറഞ്ഞാൽ പോരാ, അരിഷ്ടം പോലെ ഉണ്ട്. അരിഷ്ടം പോലെ ഉണ്ട്. ആര് ദശമൂല അരിഷ്ടം. ആ അതുപോലെ ഉണ്ട്. ഇഞ്ചിന്റെ ഫ്ലേവറും ഈസ്റ്റും എല്ലാം കൂടിയിട്ട് കത്തുന്നില്ലേ? അതെ അതെ, നല്ല കത്തുന്നുണ്ട്. പക്ഷെ വയറ് നല്ല പോലെ കത്തുന്നുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നല്ല ക്വാണ്ടിറ്റിയിൽ ഷുഗർ അല്ലെങ്കിൽ ഹണി യൂസ് ചെയ്യണം. ഹണി അത്യാവശ്യം നല്ല തരത്തിൽ എടുക്കണം. സംഭവം ഫ്ലോപ്പാന്ന് പറയാൻ പറ്റില്ല. ഇല്ല ഷുഗർ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലതാണ്. ഹണി വേണേ കുറച്ചും കൂടി കൂട്ടുകയും ചെയ്യാം. കുറച്ചെല്ലാം നല്ല തരത്തിൽ കൂട്ടാം, നല്ല രീതിയിൽ കൂട്ടാം. കാരണം അവർ 1 കിലോ എടുത്താലും കുഴപ്പമില്ല. 1 കിലോ ഓറഞ്ചിന് 1 കിലോ ഹണി എന്നുള്ളൊരു ഭാഗത്ത് നമുക്ക് ഇനി ഒരു വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം അതെങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്ക് അടുത്തത് ഗ്രേപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൽ ഹണി വെച്ചിട്ട് തന്നെ ഷുഗർ ഫ്രീ വൈന് ട്രൈ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ.